ഹായ് ഹലോ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഞാൻ പ്രിയങ്ക. അപ്പോൾ എൻ്റെ ആദ്യത്തെ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ആണ്. അപ്പം ഞാൻ ലോങ് വീഡിയോ ഞാൻ ഷോർട്സ് മാത്രമേ, നിങ്ങൾക്ക് എൻ്റെ ചാനൽ നോക്കിയാൽ അറിയാം, ഞാൻ ഷോർട്സ് മാത്രമാണ് ഇത്രയും നാളായിട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു ആദ്യമായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു ലോങ് വീഡിയോ ആണ്. അപ്പോൾ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ആദ്യം തന്നെ ഞാനൊരു ക്ഷമ ചോദിച്ചുകൊണ്ട് തുടങ്ങുക. അപ്പോൾ അത് ഈ വെച്ച് പിടിക്കുന്ന വേറെ അങ്ങോട്ടുമല്ല, കുറച്ച് ചെടി നിങ്ങൾ തമിഴിൽ കണ്ടല്ലോ, കുറച്ച് ചെടിയൊക്കെ നോക്കാമെന്നും പറഞ്ഞുകൊണ്ട് പോവുക. അപ്പം നമ്മുടെ വീട്ടിലില്ലാത്ത ടൈപ്പ് എന്തെങ്കിലും നമുക്ക് നമ്മുടെ മൈൻഡിലുള്ള ടൈപ്പ് ചെടിയൊക്കെ ഉണ്ടെങ്കിൽ അതവിടെ ഉണ്ടെങ്കിൽ എടുക്കാമെന്നുള്ള വിചാരത്തിലാണ് ചെല്ലുന്നത്. അപ്പം അവിടെ ഫസ്റ്റിൽ ചെന്നപ്പോൾ തന്നെ ആദ്യം തന്നെ ബോഗൻവില്ല. ഇപ്പോൾ ബോഗൻവില്ലയുടെയൊക്കെ ഒരു സീസൺ ആയതുകൊണ്ട് അപ്പം ബോഗൻവില്ലയാണ് ഫുള്ള് ഇവിടെ എല്ലാം. പിന്നെ ഈ മെലാസ്റ്റോമയാണ് എനിക്ക് ഒരെണ്ണം അത്യാവശ്യമാണ് വാങ്ങിക്കണമെന്ന് വിചാരിച്ചിട്ട് വന്ന ഒരു ചെടി. പിന്നെ കുറേ ചെടി ഇങ്ങനെ വാടി നിൽപ്പുണ്ടായിരുന്നു. ഭയങ്കര ചൂടല്ലേ, അപ്പോൾ നമുക്കും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ചെടിയൊക്കെ ചൂടിൽ തളർന്ന് വാടി നിൽപ്പുണ്ട്. പിന്നെ കുറേയൊക്കെ പൂക്കളുള്ള ചെടികളായിരുന്നു. പക്ഷേ ഞങ്ങൾക്ക് ആ പൂക്കളുള്ള ചെടികളെക്കാളും താല്പര്യം ഇലച്ചെടികളോടായതുകൊണ്ട് പിന്നെ ഈ ചെടി ഇതിന് നല്ല റേറ്റുണ്ട്. 950 സ്റ്റാർട്ടിങ് പറയുന്നവർ. അപ്പോൾ പക്ഷേ കണ്ടിട്ടൊരു ഭംഗിയൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നമ്മളതൊന്നും നോക്കിയില്ല, നമുക്ക് അത്രയും ബഡ്ജറ്റൊന്നും ഇല്ല. പിന്നെ കലാത്തിയലുട്ടി അറിയാലോ, നമ്മുടെ വീട് നിറയെ കലാത്തിയലുട്ടിയാണ്. പിന്നെ ഈ ചെടിയുണ്ടല്ലോ, ഇത് വെള്ളത്തിൽ വെച്ചിട്ടാണ് ഇത് വളർത്തുന്നത്. ഇത് പക്ഷേ നല്ല ഭംഗിയുണ്ടായിരുന്നു. പിന്നെ ഇത് പോത്തോസിൻ്റെ വേറെ ഒരു പോത്തോസ് സെക്ഷനിലാണ്. അപ്പോൾ ഈ ഒരു ചെടി ഒരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി. എൻ്റെ ഇല്ലാത്തൊരു ടൈപ്പാണത്. പിന്നെ ഇങ്ങനെ കുറേ കലാത്തിയായും അലോക്കേഷ്യ, ഈ ചെടി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എനിക്ക് ഭയങ്കര നല്ല ഭംഗിയില്ല ഇങ്ങനെ നിൽക്കുന്നതാണ്. അത് പക്ഷേ ഇതിന് റേറ്റ് കൂടുതലാണ്. പിന്നെ കുറേ കലാത്തിയാടെ വെറൈറ്റി നമ്മുടെ വീട്ടിൽ പലതും ഉണ്ട്. അപ്പോൾ അത് കാരണം നമ്മളതൊന്നും നോക്കിയില്ല. അതുമല്ല ഇവിടെ കുറച്ച് റേറ്റ് കൂടുതലാണ്. അപ്പോൾ പിന്നെ നമ്മൾ അങ്ങോട്ട് ഇല്ല. റബ്ബർ പ്ലാന്റൊക്കെ എൻ്റെ ഉണ്ടായിരുന്നു, അതൊക്കെ പോയി. പിന്നെ കലാത്തിയാടെ തന്നെ കുറേ വെറൈറ്റി ഫിലോഡൻഡ്രോൺസ് ഉണ്ടായിരുന്നു. പിന്നെ ഇതൊക്കെ നമ്മുടെ വീട്ടിൽ കലാത്തിയൊക്കെ ഉണ്ട്. പിന്നെ ജെയ്ഡ് പ്ലാന്റ്, അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ദിവസം ചെയ്യാം. പിന്നെ ഇൻഡോർ പ്ലാന്റ് ഉണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അതിൻ്റെ സെക്ഷനിൽ ചെന്നപ്പോൾ പീസ് ലില്ലിയും സ്നേക്ക് പ്ലാന്റൊക്കെ ആയിരുന്നു അവിടെയും. അതുകൊണ്ട് എനിക്കത് പിന്നെ ഇസഡ് പ്ലാന്റൊക്കെ ആയിരുന്നു. അപ്പോൾ കുറേ പോട്ട്സും കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു സെറാമിക്കിൻ്റെ. പക്ഷേ എനിക്കത് വലിയ ക്യൂട്ടായിട്ടുള്ള സാധനമൊന്നും ഞാൻ നോക്കിയിട്ട് എനിക്കത് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഈ എനിക്ക് ഒരു ക്യാറ്റ്കസ് കളക്ഷൻ ഉണ്ടാക്കണമെന്ന് ആഗ്രഹമുണ്ട്. അപ്പോൾ എപ്പോഴെങ്കിലും ഞാനൊരു കളക്ഷനൊക്കെ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്തിട്ട് നിങ്ങളെ കാണിച്ചു തരുന്നതായിരിക്കും. പിന്നെ ഈ കലാത്തിയ തന്നെ കുറേ ഫിലോഡൻഡ്രോൺസും കുറേ വെറൈറ്റീസൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഈ ഇസഡ് പ്ലാന്റിനൊക്കെ 350 പറയുന്നത്. അപ്പോൾ അത്രയും ബഡ്ജറ്റൊന്നും ഉള്ള ചെടിയൊന്നും എനിക്കപ്പോൾ അവിടെ നിന്ന് വാങ്ങാൻ തോന്നിയില്ല. പിന്നെ നമുക്ക് പുറത്ത് നമ്മളിപ്പോൾ സ്ഥിരമായിട്ട് വാങ്ങുന്ന വേറെ നഴ്സറിയൊക്കെ ഉണ്ട്. അപ്പം നമ്മൾ അവിടെയൊക്കെ പോയി നോക്കാം എന്നുള്ള വിചാരത്തിലിരിക്കുക. ഇത് നമ്മളങ്ങനെ വരത്തില്ല. നമ്മുടെ അടുത്താണെങ്കിൽ കൂടി നമ്മളിവിടെ അങ്ങനെ എപ്പോഴും ഒന്നും വരത്തില്ല. കാരണം എന്ന് വെച്ചാൽ ഇവിടെ ഇച്ചിരി റേറ്റ് കൂടുതലാണ്. പിന്നെ കുറേ ചക്ക, മാങ്ങ, എന്നൊക്കെ പറയുന്ന പോലെ പ്ലാവ്, മാവ്, ചാമ്പങ്ങ അങ്ങനെയൊക്കെ ഉണ്ട്. ഈ ജെയ്ഡ് പ്ലാന്റ് ഇത് സൂപ്പർ ഇൻഡോർ പ്ലാന്റാണ്. ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഒരു ദിവസം നിങ്ങൾക്ക് ചെയ്യുന്നതായിരിക്കും. പിന്നെ അങ്ങനെ കുറേ പേര, അങ്ങനെയൊക്കെ കുറേ നാരകം, അങ്ങനെയുള്ള കുറേ മരങ്ങളുടെയൊക്കെ തൈകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കിതൊന്നും വേണ്ട, നമ്മുടെ വീട്ടിലൊന്നും അതൊക്കെ ഒരുമിച്ച് പിടിപ്പിക്കാൻ സ്ഥലമില്ല. അപ്പോൾ ഇതൊന്നും നമ്മൾ നോക്കില്ല. പിന്നെ ചൈന ഡോൾ ഇവിടെ ഉണ്ട്, നമുക്കുണ്ട്. പിന്നെ കുറച്ച് ഓർക്കിഡ്സ് അവിടെ കുറച്ചുണ്ടായിരുന്നു. പക്ഷേ എനിക്കതിനോട് വലിയൊരു ഭംഗി, അങ്ങോട്ടൊരു അട്രാക്ഷൻ തോന്നിയില്ല. അതുകൊണ്ട് ഞാൻ അതൊന്നും നോക്കിയിട്ടില്ല. അവിടെ ഇങ്ങനെ ചുമ്മാ നടന്ന് കണ്ടെന്നില്ലാതെ അതൊന്നും നോക്കിയില്ല. റേറ്റ് ഒന്നും തിരക്കിയില്ല. അപ്പോൾ ചിലതിനൊക്കെ നല്ല റേറ്റ് അവർ ഇവിടെ പറയുന്നുണ്ട്, നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്നത്. പിന്നെ എനിക്ക് വെറൈറ്റി ആയിട്ട് തോന്നിയത് ഈ ഒരു സ്പൈഡർ പ്ലാന്റ് പോലെ ഇരിക്കുന്ന ആ ചെടി എനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. പിന്നെ എല്ലാം നമ്മുടെ യൂഷ്വലി കാണുന്ന ടൈപ്പ് ചെടികളൊക്കെ തന്നെ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് വലിയ വെറൈറ്റി. പിന്നെ എനിക്കിത് ഈ അലോക്കേഷ്യായും അതൊക്കെയാണ് എനിക്ക് കുറച്ച്. പിന്നെ ഈ സിങ്കോണിയത്തിൻ്റെ കുറച്ച് വെറൈറ്റി ആയിട്ട് അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ വീടിൻ്റെ അടുത്ത പറമ്പ് ഫുൾ ഈ സാധനമാണ് എന്ന് പറഞ്ഞു. പിന്നെ ഉണ്ടായിരുന്നതെന്ന് വെച്ചാൽ കുറേ ഇങ്ങനെ ഇലച്ചെടികൾ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷേ എനിക്ക് എൻ്റെ മനസ്സിന് എന്തോ ഒരു ഇഷ്ടം തോന്നുന്ന ചെടികളൊക്കെ വളരെ കുറവായിരുന്നു. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയില്ല. പക്ഷേ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സാധനം ഈ നിറയെ സീബ്ര ലൈൻസ് പോലുള്ള ഈ ഒരു അലോക്കേഷ്യ എന്ന് തോന്നുന്നു, അതാണ് എനിക്കിഷ്ടം. പക്ഷേ റേറ്റ് ഞാൻ ചോദിച്ചപ്പോൾ ഒരു കൂടുതലാണ് പറഞ്ഞത്. അപ്പോൾ പിന്നെ അതങ്ങ് മാറ്റി വെച്ചു. പിന്നെ സ്നേക്ക് പ്ലാന്റ് നമുക്ക് ഓൾറെഡി ഉണ്ട്, നമ്മുടെ വീട്ടിൽ നിറയെ സ്നേക്ക് പ്ലാന്റ് ഉണ്ട്. പിന്നെ ഇങ്ങനെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് പിന്നെ ഒരു സെക്ഷൻ ഫുൾ വേപ്പ്, അടുക്കളത്തോട്ടത്തിൽ പറ്റിയ കുറച്ച് സാധനങ്ങളൊക്കെ ആയിരുന്നു. വേപ്പ്, പച്ചമുളക്, കാന്താരി, തക്കാളി, അങ്ങനെയുള്ള ചെടികളൊക്കെ ഇവിടെ, മഞ്ഞൾ, ഇഞ്ചി, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളുടെയൊക്കെ തൈകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അപ്പം നമുക്കതൊന്നും
വെക്കാനുള്ള സ്ഥലമൊന്നും ഇല്ല. അപ്പോൾ നമ്മളതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ പിന്നെ നോക്കിയപ്പോഴത്തേക്ക് കണ്ട പേരക്ക പിടിച്ച് കിടക്കുന്നുണ്ട്. അപ്പോൾ പേരമരം മേടിച്ച ഉടനെ തന്നെ പേരക്കായും നമുക്ക് പറിച്ച് കഴിക്കാം. ആ ഒരു സെറ്റപ്പ്. പിന്നെ മുസാണ്ട ഉണ്ടായിരുന്നു. മുസാണ്ട എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലത്തൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇതിനകത്തൊരു യെല്ലോ കളറിലൊരു ചെത്തിപ്പൂ കണക്കത്തൊരു പൂ പിടിക്കില്ല. അത് കാരണം എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷേ ഇത് ഹൈബ്രിഡ് ആയതുകൊണ്ട് അതിനോട് എനിക്ക് താല്പര്യമില്ല. നാടൻ മുസാണ്ടയാണ് എനിക്കിഷ്ടം. പിന്നെ മെലാസ്റ്റാമയുടെ വൈറ്റ് ഉണ്ടായിരുന്നു അവിടെ. പിന്നെ ഈ ചെടിയിൽ ഇത് കണ്ടോ, ഇത് മറ്റേ നിത്യ കല്യാണിയുടെ പല കളർ അവിടെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് നോക്കി. പിന്നെ നമ്മുടെ ഈ എന്താ പറയുക, ബേർഡ്സ് ഓഫ് പാരഡൈസ്, പിന്നെ ഈ ചെത്തി ഇവിടെ 2 കളറുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാനതൊന്നും നോക്കിയില്ല. പിന്നെ ഈ ചെടി നമുക്കുണ്ട്. പിന്നെ എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഈ ചെടി എൻ്റെ കയ്യിലുണ്ടായിരുന്നത് കരിഞ്ഞു പോയി. അപ്പോൾ പിന്നെ അതൊന്നും ഞാൻ വാങ്ങിക്കാൻ നിന്നില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഒന്ന് വേറെ എന്തെങ്കിലും നോക്കാമെന്ന് പറഞ്ഞില്ല. പിന്നെ ബൊഗൻവില്ല കയറി വരുമ്പോൾ തന്നെ ഈ ബൊഗൻവില്ല വെച്ചിട്ടുണ്ട്. 120 ആണ് അതോടെ സ്റ്റാർട്ടിങ് റേറ്റ് വരുന്നത്. അപ്പോഴത്തേക്ക് അത് ചെറിയ കുഞ്ഞ് തൈ, ഇപ്പോൾ സീസൺ ആയതുകൊണ്ടാണ് തോന്നുന്നു നിറച്ച് പോയിട്ട് ഇപ്പോൾ ഉണ്ട്. പിന്നെ വേറെ കുറേ വെറൈറ്റി കളേഴ്സിൽ ഇങ്ങനെ അങ്ങ് നിൽപ്പുണ്ട്. അപ്പോൾ എല്ലാത്തിനും ഒരു 150, 160, 180, 250 അങ്ങനെ ഒരു റേഞ്ചിൽ അങ്ങ് പോവുക റേറ്റ്. അപ്പോൾ പിന്നെ അതൊക്കെ ഒരു നമുക്ക് വീട്ടിലുണ്ട്. എൻ്റെ ഇവിടെ 3-4 ഒരു കളർ ഞാൻ വാങ്ങി വെച്ചിട്ടുണ്ട്. പക്ഷേ പൂവൊന്നും ആയിട്ടില്ല. ഒരെണ്ണത്തിലല്ലാതെ ബാക്കി ഒന്നിലും പൂ പിടിക്കുന്നില്ല. അപ്പം ഞാനത് ഇടയ്ക്കിടയ്ക്ക് പ്രൂൺ ചെയ്ത് കൊടുക്കുന്നുണ്ട്. പക്ഷേ ഇലയല്ലാതെ അതിനകത്ത് പൂ വരുന്നില്ല. അപ്പോൾ വളമൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ അത് ഉടനെ വരുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ ചെത്തിയൊക്കെ അവിടെ കുറേ നിൽപ്പുണ്ട്. ഞാനതൊന്നും മൈൻഡാക്കിയിട്ടില്ല. അപ്പം നമുക്ക് അത്യാവശ്യം വേണ്ടതെന്ന് പറയുക പോട്ടിംഗ് മിക്സ്. നമ്മുടെ വീട്ടിൽ മണ്ണില്ലാത്തതുകൊണ്ട് നമുക്ക് ചെടി വെക്കണമെങ്കിൽ പോട്ടിംഗ് മിക്സ് ശരണമെന്ന് പറയുന്നത്. പിന്നെ ഇവിടെ ചെടി ഇങ്ങനെ നനച്ചിട്ടിരിക്കുന്നത്. പിന്നുള്ളത് ആന്തൂറിയത്തിന് 350 ആയിരുന്നു, 300 ഒക്കെ അവർ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ ചെടി ഇങ്ങനെ നനച്ചുകൊണ്ടിരിക്കുന്നതാണ്. അവിടെയൊക്കെ ചെളിഞ്ഞൊക്കെ കിടപ്പുണ്ട്. അതുമല്ല നല്ല തണുപ്പ്, നല്ല സുഖമായിരുന്നു. പിന്നെ ഈ ടെറാക്കോട്ടയുടെ പോട്ട്, ഇതെനിക്ക് ഇവിടെ ഭയങ്കര ഇഷ്ടം. അതിൻ്റെ ഒരു ഷേപ്പുമായ ഡിസൈൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. 160 ആണ് ഇതിന്. പിന്നെ ഓർക്കിഡ് വെക്കുന്ന പോട്ടാന്ന് തോന്നുന്നത് അവിടെ കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ചട്ടി. പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഈ സാധനം ഇല്ലേ താനും. പിന്നെ ഞാൻ ഇതാ വാങ്ങിച്ചൊരു മെലാസ്റ്റോമയും ഒരു പോത്തോസും വാങ്ങിച്ചു. പിന്നെ നമുക്ക് പോട്ടിംഗ് മിക്സ് ആവശ്യമായതുകൊണ്ട് ഒരു ബാഗ് പോട്ടിംഗ് മിക്സും വാങ്ങിച്ചിട്ടുണ്ട്. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ. ഇന്ന് നേഴ്സറിയിൽ പോയിട്ട് ഞാൻ ആകെ മേടിച്ചത് ഈ 2 ചെടിയാണ്. അപ്പം ഇനി ഇതുപോലുള്ള നല്ല വീഡിയോസായിട്ടൊക്കെ ഞാൻ വരുന്നതായിരിക്കും. അപ്പോൾ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പിന്നെ എന്തെങ്കിലും തെറ്റുകുറ്റങ്ങൾ, നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ടാറ്റാ, ബൈ, സീ യു.